ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് 1 മുതൽ 5 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. 2ൻ്റെയാണ് ഈസിയസ്റ്റ്. അവിടെ നമ്മൾ 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ 3, 4, 5 ഇതും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം, എഴുതാം, ഓർത്ത് വയ്ക്കാം. എന്നാൽ 6, 7, 8, 9 ഈ പട്ടികകൾ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആദ്യം ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു ഈസി ട്രിക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് നമുക്ക് ചെറുപ്പത്തിൽ പലരും പഠിച്ചിട്ടുള്ളതാണ്. പേരൻസും ടീച്ചേഴ്സും ഒക്കെ എളുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അത് മറന്നുപോയവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ വിരലുകൾ കൊണ്ട് എണ്ണുമ്പോൾ എപ്പോഴും നമ്മൾ ചെറുവിരലിനാണ് 1ാം സ്ഥാനം കൊടുക്കുന്നത്. ചെറുവിരൽ 1, 2, 3, 4, 5, അത് കഴിഞ്ഞിട്ട് 6, 7, 8, 9, 10. അതുകൊണ്ട് തന്നെ ചെറുവിരലിനെ കനിഷ്ഠികാധിഷ്ഠിതൻ എന്നാണ് പറയുന്നത്. 1ാം സ്ഥാനം കൊടുക്കുന്നത്. നമുക്കൊരു മോഡൽ വെച്ച് നോക്കാം. ഇതിൽ നമുക്ക് 5 വരെ ഉള്ളതിൻ്റെ ആവശ്യമില്ല, 6 മുതൽ ഉള്ളതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് 6 മുതൽ 10 വരെയുള്ള നമ്പർ നമ്മൾ 2 കൈവിരലുകൾക്കും കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ ഗുണിതങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ നോക്കുകയാണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പറുകൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വയ്ക്കണം. ഈ വിരലുകൾ കൊണ്ട് ആ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ അതിന് പാരലായിട്ട് ഈ വിരലുകളെ വയ്ക്കണം. മൾട്ടിപ്ലൈ ചെയ്യേണ്ട വിരലുകൾ നമ്പർ ഈ ലൈനിൽ വരണം. അപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ താഴെ എത്ര വിരലുകൾ വരുന്നു, അതുപോലെ അതിന് മുകളിൽ എത്ര വിരലുകൾ വരുന്നു, ഇതാണ് നമ്മൾ നോക്കുന്നത്. എക്സാമ്പിൾ എടുക്കാം നമുക്ക്. അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 6 മുതൽ 9 വരെയുള്ള നമ്പറിലും 5 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വളരെ ഈസിയാണ്, നമുക്കറിയാമല്ലോ. പക്ഷേ 6 മുതലുള്ളതാണ് നമുക്ക് കോംപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സാമ്പിൾ 7 × 7, 8 × 7, 9 × 7 ഇത്തരത്തിൽ വരുന്ന നമ്പറുകൾ. അതുപോലെ തന്നെ 6 × 8, 7 × 8, 8 × 8 ഇങ്ങനെയുള്ള നമ്പറുകളാണ് നമ്മൾ നോക്കുന്നത്. അതിനായി നമ്മൾ ആദ്യം 6 × 7, 8 × 8, 6 × 9, 8 × 9, 7 × 9 ഇങ്ങനെയുള്ള ചില ഗുണിതങ്ങളാണ് നോക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുക. അതിനായിട്ട് നമ്മൾ ഫിംഗേഴ്സ് എടുത്തു. 6 മുതൽ 10 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കാദ്യം 6 × 7 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 6ഉം 7ഉം നേർക്ക് നേരെ വെച്ചു. എന്നിട്ട് നമ്മൾ ആ ലൈൻ പിടിച്ചു. ഇനി ഈ ലൈനിന് താഴെ എത്ര വിരലുകളുണ്ടെന്ന് നോക്കുക. വിരലുകളുടെ എണ്ണം നോക്കിയാൽ അത് അവിടുത്തെ നമ്പർ പ്രസക്തമല്ല. അപ്പം 1, 2, 3 വിരലുകൾ, 1, 2, 3 3 വിരലുകൾ താഴെ. അപ്പോൾ നമ്മൾ 3 അതിനൊരു 0 കൊടുക്കുക, 30 ആക്കുക. അപ്പോൾ താഴെയുള്ളത് 10ൻ്റെ ഗുണിതമായിട്ടാണ് വരുന്നത്. മുകളിൽ അവശേഷിക്കുന്ന വിരലുകൾ ഓരോ കൈകളിലും എത്ര വിരലുണ്ടെന്ന് നോക്കുക. അത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 1, 2, 3, 4, 1, 2, 3, 4, 3, 12. 30 + 12 ദാറ്റ് ഈസ് 42. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 6, 7, 42. ഇനി 6ഉം 9ഉം നോക്കാം. അതിനായിട്ട് നമ്മൾ 6ൻ്റെ നേരെ 9 എന്നുള്ള ഫിംഗർ കൊണ്ടുവരണം. എന്നിട്ട് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ അവിടെ പിടിക്കുന്നു. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുന്ന 6ഉം 9ഉം സ്ട്രെയിറ്റ് ലൈനിൻ്റെ അടിയിലായിട്ട് വരുന്നു. മറ്റ് ചില എക്സാമ്പിൾസ് കൂടി നമുക്ക് എഴുതി വയ്ക്കാം. 6, 9, 7, 8, 7, 9, 9, 8, 9, 9. ഇനി ഇതെങ്ങനെ നമുക്ക് ഈസി ട്രിക്ക് വഴി ചെയ്യുമെന്ന് നോക്കാം. 6ഉം 8ഉം എങ്ങനെയാണെന്ന് നോക്കാം. 6ഉം 8ഉം സ്ട്രെയിറ്റ് ലൈൻ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ആ ഡിവൈഡർ എടുത്ത് വെച്ചു. അപ്പോൾ ഇവിടെ ആ ഡിവൈഡറിൻ്റെ താഴെ ആയിരിക്കണം നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ നമ്പറും മറ്റുള്ള വിരലുകളും. അപ്പോൾ ആ ഡിവൈഡറിന് താഴെയുള്ള വിരലുകളുടെ എണ്ണം നോക്കുക. 6, 8 എഴുതിയിരിക്കുന്ന 2 വിരലുകൾ.
1 2 3 4. അപ്പോൾ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 10ൻ്റെ മൾട്ടിപ്പിളാണ് 40. സോ 40 പ്ലസ് ഇനി ആ ഡിവിഷൻ ആ ലൈനിന് മുകളിലുള്ള വിരലുകളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 2 3 4 1 2. നമുക്ക് അപ്പോൾ ഇവിടെ 2 4 × 2 ദാറ്റ് ഈസ് 8. അപ്പോൾ ടോട്ടൽ 48 വരും. ഇനി നമുക്ക് 7 8 എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അതിനായി 7ഉം 8ഉം കൂടെ ചേർത്ത് വയ്ക്കുക. ഹൊറിസോണ്ടൽ ലൈനിൽ ആ വിരലുകൾ ഹൊറിസോണ്ടലായിട്ട് വരുന്നു. 1 2 3 4 5. സോ 5 × 10 50 ആണ് നമ്മുടെ ബേസ് നമ്പർ. അതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണമെന്നുള്ളത് മറ്റ് വിരലുകളുടെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 3 × 2 ദാറ്റ് ഈസ് 6. സോ ആൻസർ വിൽ ബി 56. ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ബാക്കിയുള്ള എക്സാമ്പിൾസും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്പർ 6 × 9. 6 and 9 ഹൊറിസോണ്ടലായിട്ട് വെച്ചു. So number of fingers below the line 4 plus 1 5. So answer 50 plus above the line 4 × 1 4. So 54 is the answer. ഇനി നിങ്ങൾക്ക് എല്ലാ നമ്പറും ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. 7 × 9. So put 7 and 9 horizontally. So the line below the line there will be 4 plus 2 60. Then above the line there will be 3 × 1 3. So answer is 63. Very easy. Again 9 × 8. Then put 9 and 8 horizontally. Place the line below the line, including the horizontal line. 4 here, 3 there. So 4 plus 3 70. Plus above the line 1 × 2, that is 2. So the answer is 72. Then അടുത്ത നമ്പർ നമുക്ക് ഈസി ആയിട്ട് പറയാം. 9 × 9. 9 9 ഹൊറിസോണ്ടലി വയ്ക്കുമ്പോൾ താഴെ 8 ഫിംഗേഴ്സ്. സോ ദ 80. ആൻസർ ഈസ് 80. പ്ലസ് മുകളിൽ 1 × 1 81. That is very easy. ഈ ട്രിക്ക് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വിരലുകൾ മാത്രം ആദ്യം പഠിക്കാനായിട്ട് നമുക്ക് വിരലുകൾ മാത്രം എടുക്കാം. അത് നമ്മുടെ തള്ള വിരലുകൾ 2ഉം 6ആണ്, പിന്നെ 7 8 അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 7ഉം 7ഉം ആണെങ്കിൽ ആ 7ഉം 7ഉം ആകുന്ന വിരലുകൾ ചേർത്ത് വയ്ക്കുക. അപ്പോൾ ആ 2 വിരലും അതിൻ്റെ താഴേക്ക് വരുന്ന വിരലുകളുമാണ് നമ്മുടെ നമ്പർ 10ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് 2 ഇത് 2 അങ്ങനെ 40 അവിടെ വന്നു. റിമൈനിങ് ഫിംഗേഴ്സ് 3 × 3 9. സോ 49. 7 7s are 49. അടുത്ത നമ്പർ നമുക്ക് 8ഉം 7ഉം ആണെങ്കിൽ നമ്മുടെ വിരലുകളുടെ എണ്ണം നോക്കുക. ആ 2 ഹൊറിസോണ്ടൽ ലൈൻസിൽ വരുന്ന 2 വിരൽ, താഴെ 3 വിരൽ, അങ്ങനെ 5 50. മുകളിൽ 3 2 6 56 ആൻസർ. സോ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി 6 മുതൽ 9 വരെയുള്ള പട്ടിക വളരെ ഈസി ആയില്ലേ? വേദിക് മാത്സിൻ്റെ ഇതുപോലുള്ള സിമ്പിൾ മാത്തമാറ്റിക്കൽ ട്രിക്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. See you in the next video.